നമ്മളിവിടെ മുഗൾ ദർബാറിൽ കയറിയിട്ട് ഈ ഒരു ഫുഡാണ് കേട്ടോ ഓർഡർ ചെയ്തത്. വസ്വാൻ. ഇത് സിംഗിൾ പോർഷന് 1200 രൂപ. പിന്നെ അതിൻ്റെ വലിയൊരു പോർഷൻ ഉണ്ട്, അതിന് 5200 രൂപയാണ് പറയുന്നത്. പക്ഷെ 4 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിള് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് 2 പേര് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ സ്വാഭാവികമായിട്ട് അവർ സമ്മതിക്കാറില്ല. പക്ഷെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ കുഴപ്പമില്ല, സമ്മതിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സുഹൃത്ത്, നാട്ടിലുള്ള സുഹൃത്ത് പറഞ്ഞതാണ് ഹോട്ടലും അതുപോലെ ഈ ഒരു ഫുഡിൻ്റെ പേരും. ഇതെന്തായാലും ഇവിടുന്ന് ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത്. മെയിനായിട്ട് മട്ടൺ ഐറ്റംസാണ് വരുന്നത്. അതിൽ നമ്മുടെ നാട്ടിലെ സദ്യ പോലെ എല്ലാ മട്ടൺ ആയിട്ടുള്ള ഐറ്റംസ്, അതായത് വെജല്ല നോൺ വെജാണ്. നോൺ വെജിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിട്ട് സൂപ്പറാണെന്ന് തോന്നുന്നുണ്ട്. ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതിൽ റൈസ്, ഒരു യെല്ലോ റൈസ് വരും, ബാക്കി ഐറ്റംസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ ചിക്കനും ഉണ്ടല്ലോ അല്ലേ? ഇത് ചിക്കനല്ലേ? ഇതെന്താണെന്ന് സംഭവം എന്നറിയില്ല. ഇത് മട്ടൻ്റെ വേറെ ഐറ്റംസാണ്. ഇതും അതുപോലെ തന്നെ എന്താ കോഴിമട്ട കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ എന്താ സംഭവം. എല്ലാം ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. मटन सीख कबाब, ओके, चिकन, रिश्ता, मिर्ची कोरमा, गोश्तावा, रोगन जोश। ये मटन है ना? मिर्ची कोरमा मटन, ये सभी मटन है। सिर्फ ऑनली चिकन, ठीक है? प्लेन पुलाव और एक ग्रीन सलाद। सुपर, थैंक्स। सुपर। जंप किया था। को शेयर करना है എന്തായാലും കഴിച്ചിട്ട് പറയാം ബാക്കി. അടിപൊളി, നല്ല ബസ്മതി ഇതൊക്കെ ഇട്ട് സഫ്രോണൊക്കെ ഇട്ട് മട്ടൺ ഷീഖ് കബാബ് കഴിക്കാൻ പോകുന്നു. മൊത്തം ഞാൻ കഴിച്ചിട്ട് പറയാം. കഴിച്ചിട്ട് പറയാം. നമുക്ക് ഈ സാധനം എന്തായിരുന്നു അറിയില്ലായിരുന്നു. എന്താണെന്ന് പറഞ്ഞു. കുറേ മട്ടൻ്റെ സാധനങ്ങളുണ്ട്. മട്ടൺ ഷീഖ് കബാബ്, മട്ടൻ്റെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചും മറിച്ചും പോലെ ഏണ്ടൊക്കെ കറികളുണ്ട്. പക്ഷേ ഇറച്ചി ഇഷ്ടമുള്ളവർക്ക്, മട്ടൺ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ നാട്ടിലെ സ്പൈസ് ഒന്നും എക്സ്പെക്ട് ചെയ്യും. ഇന്നത്തെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സ്പൈസസ് ഡിഫറെൻ്റ് ആണ്, മസാല ഡിഫറെൻ്റ് ആണ്. മീറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് മൊത്തത്തിൽ കഴിക്കാനും പറ്റില്ല. മൊത്തം ഒരാൾക്ക് ഒരിക്കലും ഇത് കഴിക്കാൻ പറ്റില്ല. 2 പേർക്ക് വലുപ്പിടുത്തം കഴിച്ച് ഇറച്ചി ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ അവർ ഷെയർ ചെയ്യാൻ സാധാരണ സമ്മതിക്കാറില്ല എന്നല്ലേ പറഞ്ഞത്. രാവിലെ പക്ഷേ ഇവിടെ ഷെയർ ചെയ്ത് ആർക്ക് കൊടുത്താലും ഇവർക്ക് പൊതിഞ്ഞു കൊടുക്കാനേ പറ്റില്ല. അതിലും വേറെ 2 പേര് കഴിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആളുകൾ ചിലപ്പോൾ കഴിക്കാം. ഇവിടുത്തെ ആൾക്കാർ കഴിക്കുമെന്നാണ് അയാൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കഴിക്കുമെന്ന് തോന്നുന്നു. എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നവരാണ്. എനിവേ, ഇറച്ചി ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്, നോട്ട് ബാഡ്. എല്ലാവരുടെയും ഓരോരുടെ നാട്ടിലെ ഓരോരുത്തരുടെ ഡെലിക്കസിയാണ്, അത് റെസ്പെക്ട് ചെയ്യുക. അങ്ങനെ വെച്ച് നോക്കുന്നത് ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് ഒരു ഒതൻറ്റിക് കശ്മീർ ക്യുസീൻ എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കല്യാണത്തിൻ്റെ ഒക്കെ കീ, ഇപ്പം നമ്മുടെ അവിടുത്തെ ബിരിയാണി അത് ഏതെന്നൊക്കെ ദം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ഒരു കീ മെനു ആണ്, പ്രൈം മെനു ആണ്. ഇതിൻ്റെ ഒരു വ്ളോഗ് അല്ല, ഇതിൻ്റെ പല റിവ്യൂസ് നോക്കിയപ്പോഴത്തേക്കും യു വിൽ ബി എക്സ്ട്രീംലി ലക്കി ഇഫ് യു അറ്റൻഡ് എ വെഡിങ് ദാറ്റ് സെർവ്സ് ദിസ് തിങ്. സോ ഇവിടുത്തെ ഒരു ട്രഡീഷൻ്റെയും ഹെറിറ്റേജിൻ്റെ ഒരു ഭാഗമാണ്. ഗുഡ്. എന്തായാലും ശ്രീനഗറിൽ വരുന്നവർ പേര് മറക്കണ്ട, മുഗൾ ദർബാർ അല്ലേ? മുഗൾ ദർബാർ വരെ ട്രൈ ചെയ്യാം. മുഗൾ ദർബാർ നല്ലതാണ്.